ദൈവത്തിൻ്റെ ഏറ്റവും മഹനീയമായ വ്യവസ്ഥയിലേക്ക് ഈ പകൽ പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയ ഷിൻഡോ മീര, അതേപോലെ ഇന്ന് ഈ യോഗം അധ്യക്ഷത വഹിക്കുന്ന കർത്തുദാസ് പാസ്റ്റർ AJ വർഗീസ് അവர்கள், ഈ വിവാഹ ശുശ്രൂഷ സോളമിനൈസ് ചെയ്യുന്ന കർത്തുദാസൻ IPC തൃശ്ശൂർ ഈസ്റ്റ് സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ മാത്യു തോമസ്, അതേപോലെ വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സീനിയറായിട്ടുള്ള കർത്തുദാസന്മാർ പാസ്റ്റർ TP പൗലോസ് അവர்கள், അതേപോലെ എനിക്ക് മുൻപ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വചനം പങ്കുവെച്ച പ്രിയ കർത്തുദാസൻ പാസ്റ്റർ CK ജോയ് അവர்கள், വേദിയിലായിരിക്കുന്ന മറ്റ് അനുഗ്രഹീതരായിരിക്കുന്ന കർത്തുദാസന്മാർ പാസ്റ്റർ ശിവശാമുവൽ തുടങ്ങിയുള്ള അനുഗ്രഹീത ദൈവദാസന്മാർ, ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ലോർഡ്സൺ ആൻ്റണി ടീം, ഇരുകൂട്ടരുടെയും ക്ഷണം സ്വീകരിച്ച് ഇന്ന് വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും വന്ദനത്തെ ചൊല്ലുന്നു. ഏറ്റവും സന്തോഷകരമായൊരു സമയമാണിത്. പ്രത്യേകിച്ച് പ്രിയ ഷിൻഡോയുടെയും മീരയുടെയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരവസരത്തിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. എനിക്കും വ്യക്തിപരമായിട്ട് വളരെ സന്തോഷമുണ്ട്. പ്രിയ ഷിൻഡോയെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ തമ്മിൽ മുഖതാവിൽ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ തൻ്റെ വിവാഹം തീരുമാനിച്ച സമയത്ത് താൻ ആയിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ വിളിക്കുകയും ആ ദിവസം വന്ന് കർത്താവിൻ്റെ വചനം പങ്കുവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് മുതൽ ഞങ്ങൾക്ക് വാട്സാപ്പിലൂടെ പല പ്രാവശ്യം സംസാരിക്കുവാൻ കർത്താവ് അവസരം തന്നു. എന്നാൽ തൻ്റെ പിതാവിൻ്റെ സഹോദരൻ പ്രിയ ബെന്നിച്ചാനൊക്കെ എൻ്റെ വളരെ ആത്മാർത്ഥമായി സ്നേഹബന്ധം പുലർത്തുന്നവരാണ്. അവരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തെപ്പറ്റി ഒത്തിരി തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവാഹം എന്നത് വിധി എന്ന് പറയുന്നൊരു കൂട്ടമുണ്ട്, വിവാഹം എന്നത് ബാധ്യത എന്ന് പറയുന്നൊരു കൂട്ടമുണ്ട്. ഇതിൻ്റെ വിധിയായിരുന്നു എന്ന് പറയുന്നൊരു സമൂഹം. ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇന്ന് US തൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നാട്ടിൽ വന്നു. തനിക്ക് 34 വയസ്സുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ പിടികൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പിടികൊടുക്കാൻ പോവുക. 34 വർഷം പിടികൊടുക്കാതെ നടന്നു. ഞാൻ 34ാമത്തെ വർഷം എന്ത് ചെയ്യാൻ പോവുക? പിടികൊടുക്കാൻ പോവുകയാണ്. അപ്പം വിവാഹം എന്ന് പറയുന്നത് പിടികൊടുക്കുകയാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വിധിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. തകരപ്പെടുന്ന കുടുംബങ്ങളെ കണ്ട് വിവാഹം തന്നെ വേണ്ട എന്ന് നിർണയിക്കുന്ന ഒരു തലമുറയുണ്ട്. വിവാഹം എന്നത് ആവശ്യമേ ഇല്ല. ലിവിങ് ടുഗദർ, ജീവിക്കുക, ആ വ്യക്തിയുമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൊരുത്തപ്പെടാൻ കഴിയുമെങ്കിൽ പിന്നീട് വിവാഹം കഴിക്കുക എന്ന ആശയങ്ങൾ. അടുത്തത്, സ്ത്രീ പുരുഷ ബന്ധത്തിനപ്പുറത്തേക്ക് പുരുഷൻ പുരുഷനുമായും സ്ത്രീ സ്ത്രീയുമായും അങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധമായ പ്രവണതകൾ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നടുവിലാണ് ബൈബിൾ വിഭാവനം ചെയ്യുന്ന, ദൈവം ഇനീഷ്യേറ്ററായിരിക്കുന്ന വിവാഹത്തിൻ്റെ ഏറ്റവും ഗൗരവകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈബിൾ ഏറ്റവും വിശുദ്ധമായി പരിപാവനമായി അവതരിപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥിതിയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇതിനകത്ത് തകർച്ചകൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. തകർച്ചകൾ സംഭവിക്കുന്നത് കൊണ്ട് എല്ലാ വിവാഹവും തകരണമെന്നില്ല. കർത്താവിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഫാമിലി, കുടുംബങ്ങൾ, അത് തകർന്നിട്ടില്ല. സമൂഹത്തിനകത്ത് അവർ ലെഗസി അവശേഷിപ്പിച്ച് നിലനിർത്തും. അങ്ങനെയെങ്കിൽ സമൂഹത്തിനകത്ത് ഏറ്റവും മാതൃകയുള്ളതാണ് കുടുംബം. ഞാൻ നിങ്ങളെ ഇന്ന് പകൽ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത് EFS ലേഖനത്തിലേക്കാണ്. അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. വിവാഹത്തിന് എനിക്ക് തോന്നുന്നു ഈ സോളമിനേഷന് ശേഷവും ആ വേദഭാഗം നമ്മൾ വായിക്കും. അതിനകത്ത് നമ്മൾ വായന തുടങ്ങുന്നത് ഭാര്യമാരെ എന്ന് പറഞ്ഞാൽ നമ്മളത് തുടങ്ങുന്നത്. പക്ഷേ എനിക്കത് വായിക്കാൻ താല്പര്യമുള്ളത് അത് ആ ഭാഗം തൊട്ടല്ല, മറിച്ച് അതിനൊരു അല്പം കൂടെ പുറകിലേക്ക് സഞ്ചരിച്ച് അവിടെ പറയുന്ന ഒരു പദപ്രയോഗത്തിലാണ് നമ്മൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 18ാമത്തെ വാക്യം മുതലാണ് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ശരിക്കും
നമ്മൾ ഈ വായിക്കുന്നത് ഇവിടെ തുടങ്ങിയാലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. കീഴ്പ്പെടുക എന്നത് ഒരു കൂട്ടത്തിനും മാത്രമുള്ളതല്ല. കീഴ്പ്പെടണം തിരുവെടുത്ത് അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരുന്നാൽ ഒരു കുടുംബത്തിൽ അടിച്ചമർത്തലുകൾ നടത്തേണ്ടി വരത്തില്ല. ആ കുടുംബം പൊരുത്തപ്പെട്ടും സഹിച്ചും സഹനം ചെയ്തും പോവും. അപ്പം കുടുംബ ജീവിതം വിജയിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമ്പോഴാണ്. ഞാനൊരു 4 ചിന്തയാണ് നിങ്ങളോട് രണ്ടുപേരോടും പറയാൻ താല്പര്യപ്പെടുന്നത്. എ സ്ട്രോങ് മാരേജ് സാങ്ക്ടിഫൈസ് ദ ഹോം. ഒരു ശക്തമായ വിവാഹ ജീവിതം ഒരു കുടുംബത്തെ സാങ്ക്ടിഫൈ ചെയ്യും. ഈ സാങ്ക്ടിഫൈ ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഗോഡ് ഈസ് ദ സെൻറ്റർ ഓഫ് ദർ ഫാമിലി. ദൈവമാണ് ആ കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദു. ദൈവമാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ആ കുടുംബം സാങ്ക്ടിഫൈ ചെയ്യപ്പെടുന്നത്. നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകം വരുമ്പം അതിൻ്റെ 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വരുമ്പം അതിൻ്റെ എനിക്ക് തോന്നുന്നു 11-ാമത്തെ വാക്യമൊക്കെ നമ്മൾ സാധാരണ പൊതുവെ വായിക്കുന്നതാണ്. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ല. പക്ഷേ നമ്മൾ അതിനോട് വായിക്കുമ്പം അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട്, 2 പേര് ഒരുമിച്ച് നടക്കുക, 2 പേർ പരസ്പരം കൈത്താങ്ങുക, ചെറുത്ത് നിൽക്കുക, 2 പേർ ഒരുമിച്ച് കുളിർമ അല്ലെങ്കിൽ കുളിരു മാറുവാൻ 2 പേർ ഒരുമിച്ച് നിൽക്കുക. എന്നിട്ടാണ് പറയുന്നത് മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ല. 4 കാര്യം എനിക്കവിടെ മനസ്സിലായി. 1, ഈ ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊരു പാർട്ണർഷിപ്പാണ്. ഇത് ഒരുമിച്ച് 2 പേരുടെയും ഉത്തരവാദിത്വത്തിനകത്ത് പോകുന്നതാ. ഭാര്യ അവളുടെ ഉത്തരവാദിത്വം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടത്തില്ല. ഒരു ഭർത്താവ് ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം ചെയ്യുന്നത് കൊണ്ടും കുടുംബം അനുഗ്രഹിക്കപ്പെടത്തില്ല. 2 പേരും അവരവർക്ക് കടംപെട്ടിരിക്കുന്നത് 2 പേർ ചെയ്യുമ്പോഴാണ് ഒരു കുടുംബം ധന്യമായി തീരുന്നത്. അതിനകത്തൊരു മ്യൂച്വൽ, അത് 50-50 എന്നല്ല, 100-100 എന്നാണ്. സാധാരണ 100% നമ്മൾ അതിനെ വിഭജിക്കുമ്പോൾ 50+50 എന്ന് പറയുന്നു. പക്ഷെ കുടുംബജീവിതത്തിനകത്ത് പകുതി എന്നൊരു കാര്യമല്ല. 100% നാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് 100% ചെയ്യുക, ഭാര്യ 100% ചെയ്യുക, ഇത് 2 പേരും ഒരുപോലെ മ്യൂച്വലായി നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോഴാണ് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെയാണ് കുടുംബം ധന്യമായി തീരുന്നത്. രണ്ടാമതായിട്ട് അതിനകത്ത് മ്യൂച്വൽ ഹെൽപ്പുണ്ട്, പരസ്പരമുള്ള സഹായമുണ്ട്. അതുകൊണ്ട് ഒരുവൻ നടന്നാൽ ദൂരം ഫീൽ ചെയ്യും. 2 പേർ ഒരുമിച്ച് നടന്നാൽ ദൂരം താണ്ടുന്നത് അറിയാതെ ഇരിക്കും. ഒരുവൻ ചെറുത്തുനിൽപ്പിൻ്റെ ദൈർഘ്യം കുറയും. 2 പേർ ചെറുത്തുനിന്നാൽ ആ ചെറുത്തുനിൽപ്പ് വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ 2 പേരും കൂടെ ജീവിതത്തിൻ്റെ സമരമുഖങ്ങളെ നിങ്ങൾ നേരിടുക. ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ, ഇവിടെ ഇന്ന് കാണുന്ന ഈ ആരവമോ ഈ സൗകര്യങ്ങളോ അടുത്ത മണിക്കൂറില്ല. ഇത് ഒരു 12:30 അല്ലെങ്കിൽ 1 മണി കൊണ്ട് ഈ ഒരു ഇവൻറ്റിൻ്റെ ശുശ്രൂഷകൾക്ക് വിരാമം കുറിക്കും. അതിനുശേഷവും ഈ പ്രിയ സഹോദരങ്ങൾ നിങ്ങളുമായിട്ട് ഇന്ന് വൈകിട്ട് വരെ ഉണ്ട്. നിങ്ങളുടെ ദിവസമാണ്. പല പോസുകളിൽ നിങ്ങളെ അവർ ഫോട്ടോ എടുക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരും പോകും. ആൽബം നിങ്ങൾക്ക് കിട്ടും, വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കപ്പെടും. പക്ഷേ ഇതിനപ്പുറത്ത് നിങ്ങൾ 2 പേരും മാത്രമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് കാലുവെക്കപ്പെടും. അവിടെ സംഘർഷങ്ങളുണ്ട്, അവിടെ സമരമുഖങ്ങളുണ്ട്, അവിടെ വെല്ലുവിളികളുണ്ട്. എന്നാൽ അവിടെയാണ് നിങ്ങൾ പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്നതും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതും. വല്ലാത്ത ടെൻഷനിലൂടെ കടന്നു പോകുന്ന, പീർ പ്രഷറിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്ത് നിങ്ങൾ പരസ്പരം പറയുന്ന ഒരു വാക്കും വിലപ്പെട്ടതാണ്. ഓഫീസിലൊരു ടെൻഷൻ കഴിഞ്ഞ് ഷിൻഡോ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മീര പറയുന്ന ഒരു വാക്കിന് പ്രസക്തിയുണ്ട്. ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ അന്ന് പകലത്തെ മുഴുവൻ ടെൻഷനുകളും മാറ്റുവാൻ ഒരു വാക്ക് മതി, ഒറ്റ വാക്ക്. അതുകൊണ്ട് സദൃശ്യവാക്യം പറഞ്ഞു തീരുന്നത് മികവുറ്റ ഒരു ഭാര്യയുടെ അവസ്ഥ പറഞ്ഞ സദൃശ്യവാക്യം തീരുന്നത് 31 അധ്യായമുണ്ട്. ഒരുപക്ഷെ ഓരോ ദിവസവും ഒരധ്യായം വെച്ച് വായിച്ചാൽ 31-ാം തീയതി തീരുന്നത് അവസാനത്തെ അധ്യായം. ആ അധ്യായം പറയുന്നത്
പറയുന്നത് സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? ഏറ്റവും മികവോടെ. ഈ സാമർത്ഥ്യം എന്നുദ്ദേശിക്കുന്നത് ഏറ്റവും മികവോടെ ആ കുടുംബത്തെ നയിക്കപ്പെട്ടൊരു വ്യക്തി. അതുകൊണ്ടാണ് ഇസ്രായേലിലെ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത പേര് പറഞ്ഞപ്പം അബ്രഹാമിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അതിനകത്ത് ജേക്കബിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അതിനകത്ത് പറഞ്ഞ പേര് ആ വീട്ടിലെ സ്ത്രീരത്നങ്ങളുടെ പേരാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയപ്പെട്ടത്, ഒരു കുടുംബത്തിൽ തമ്മിൽ നിങ്ങൾ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ഭാരം അലിഞ്ഞു പോകും. കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നിൽക്കാൻ കഴിയും. അപ്പം തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്യുക, തമ്മിൽ ഭാരം പങ്കുവെക്കപ്പെടുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ തമ്മിലുള്ള ഫെലോഷിപ്പ് ഈ സമൂഹത്തിന് കുളിർമ നൽകട്ടെ. നിങ്ങൾ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായും നിങ്ങൾ പരസ്പരം ഉള്ളിൽ ഹൃദയങ്ങളിൽ കുളിർമകൾ പങ്കുവെക്കുന്നവരായി തീരട്ടെ. നാലാമത്തെ കാര്യം, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. അത് ദൈവവുമായി ചേർന്ന് നിങ്ങളുടെ ബന്ധം ഗോഡ് സെൻറ്റേർഡ് ആകട്ടെ. ദൈവവുമായി അടിസ്ഥാനപ്പെട്ട ഒരു ബന്ധം പുലർത്തുന്ന ഒരാത്മിക ജീവിതം നിങ്ങൾ നയിക്കപ്പെട്ടാൽ അത് ഒരിക്കൽ തകരത്തില്ല. ഈ എക്സ്പെക്റ്റേഷനുകൾ തകരപ്പെടും. ഞാൻ രസകരമായൊരു സംഭവം മറ്റൊരാൾ പറയുന്നത് കേട്ടു. ഒരിക്കലൊരു മനുഷ്യൻ, ഒരു ഗവർണർ ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഇങ്ങനെ സന്ദർശിക്കുക. ഇതൊരു 3 നിലകളിലായി പണിയപ്പെട്ടൊരു മാനസികാരോഗ്യ കേന്ദ്രം. ഇതിനകത്ത് 3 വിഭാഗം ആൾക്കാരെയാണ് അടച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ അടച്ചിട്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റും, ആ ഒരു ക്യാമ്പസിനകത്ത് അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ അവർക്ക് സ്വല്പം ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നവരാണ്. 2ാം നിലയിലുള്ളവർ, ആ നിലയ്ക്കുള്ളിൽ അവർക്ക് എവിടെയും സഞ്ചരിക്കാം, പക്ഷേ അവരും ട്രീറ്റ്മെൻറ്റിനകത്തുള്ളവരാണ്. എന്നാൽ 3ാം നിലയിൽ പാർക്കുന്നവരെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇരിക്കുന്നിടത്ത് തന്നെ ഇവരുടെ കൈയൊക്കെ ചേർത്ത് ബന്ധിച്ചു ഒരു വല്ലാത്ത സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് ഇവരായിരിക്കുന്നത്. ഈ ഗവർണർ ആദ്യത്തെ നിലയിലേക്ക് വന്നപ്പം അവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. ഇവൻ കരയുന്നതിനിടയ്ക്ക് ഇവൻ പറയുന്ന ഒരു പേരുണ്ട്, ലീ 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 എന്ന് പറഞ്ഞ് ഇവൻ കരയുന്നത്. അപ്പം ആ മനുഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഈ കരയുമ്പോഴൊക്കെ ഈ പേര് പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അവന് വലിയൊരു എക്സ്പെക്റ്റേഷൻ, വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പെൺകുട്ടിയുമായി വിവാഹം കഴിക്കാമെന്ന് താൻ ആഗ്രഹിച്ചു. പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് അന്ന് തൊട്ട് ഇവൻ എപ്പോഴും ഈ പദം എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം അതിന് മാറ്റം വന്ന് ഏതാണ്ട് അവൻ ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരു പരുവത്തിനകത്ത് നിൽക്കുക. അദ്ദേഹം 2ാം നിലയിൽ പോയി. എന്നാൽ 3ാം നിലയിൽ ചെന്നപ്പം ഒരു മനുഷ്യൻ, ആ മനുഷ്യനും കസേരയിലിരിക്കുക. ഈ കസേരയിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ അവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, തലയിട്ടിടിക്കാൻ നോക്കുന്നു കാര്യങ്ങൾ. പക്ഷേ ഈ മനുഷ്യനും അവിടെ ചെന്ന് പറയുന്നത് ലീ 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 ലീ. അവൻ ചോദിച്ചു, താഴെ ഒരുത്തൻ ആ കസേരയിൽ വെറുതെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവൻ കൈയും കാലും കെട്ടിയിട്ട് ഇവനും പറയുന്നത് അതേ പേരാ. അന്നേരം അവർ പറഞ്ഞത്, ആ താഴെയുള്ളവന് അവളെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല എന്നത് അവൻ്റെ സങ്കടം. പക്ഷേ ഈ ഇരിക്കുന്നവൻ വിവാഹം കഴിച്ചു, അവൻ്റെ അവസ്ഥയായി കാണുന്നത്. അപ്പം അവൻ വിവാഹം കഴിച്ചവനാരായി മാറി, അവനൊരു ഭ്രാന്തനായി മാറി. ഞാൻ പറഞ്ഞത്, ഈ എക്സ്പെക്റ്റേഷൻ എല്ലാം ഒന്നും റിയൽ ആകണമെന്നില്ല. ശരിക്കും ഇന്നത്തെ സമൂഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താഴെ ഇരിക്കുന്നവൻ രക്ഷപ്പെട്ടവനാന്ന് പറയേണ്ടി വരും, താഴെ ഇരിക്കുന്നവൻ രക്ഷപ്പെട്ടവനാന്ന് പറയേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞത്, റിയാലിറ്റി നമ്മുടെ ഡ്രീമുമായിട്ട് ഒത്തിരി വ്യത്യാസമാണ്. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഒത്തിരി ഡ്രീം നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പം ഈ ഡ്രീമുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങൾ ലൈഫിനകത്ത് വരും, ഒത്തിരി വ്യത്യാസങ്ങൾ. എനിക്ക് പറയാൻ പറ്റുന്ന ഒരു 10 വർഷത്തെ അനുഭവമേ ഉള്ളൂ. പക്ഷേ 30, 35, 20, 25 വർഷങ്ങളുടെ അനുഭവമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. റിയാലിറ്റിയുമായി വളരെ വ്യത്യാസമാണ് അതിനു മുമ്പുള്ള ഡ്രീമുകൾ, സ്വപ്നങ്ങൾ. സ്വപ്നലോകത്ത് ജീവിക്കാനാണ് ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരും. പക്ഷേ റിയാലിറ്റിയിലേക്ക് വന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ക്രൈസ്റ്റാണ് നിങ്ങളുടെ എല്ലാം എന്ന ബോധ്യത്തിലേക്ക് നിന്നാൽ ഈ ജീവിതത്തെ, നിങ്ങളുടെ ബന്ധത്തെ അടർത്തി മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ദൈവമാണ് ഈ വ്യവസ്ഥതയെ നയിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ, ഒരു വീട്, അതിന് ആക്ച്വലി ഹോം എന്ന പദമാണ് ഏറ്റവും സ്യൂട്ടബിൾ. ഒരു ഗ്രഹം എന്ന പദം, ഒരു കെട്ടിടം എന്നതിനപ്പുറത്തേക്ക് ഒരു കുടുംബം, മാതൃകാ കുടുംബം, അത് പണിയാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഓഡിറ്റോറിയം പണിത് ഇതിൻ്റെ എൻജിനീയർ അല്ലെങ്കിൽ ഇതിന് പ്ലാൻ വരച്ച വ്യക്തി അവരിന്നിവിടെ കാണത്തില്ല. പക്ഷേ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നവർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അവർ ഇത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നു, ഈ പണികൾ നടത്തി, കെട്ടിടം പണിതു, എല്ലാം സത്യമാണ്. പക്ഷേ ഇപ്പോൾ
ഇപ്പോൾ അവരിവിടെ ഇല്ല, അവരുടെ പ്രസൻസ് ഇവിടെ വേണ്ട, ഇതിനെ ഇവിടെ ഉള്ളവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്താലാണ് നിങ്ങൾ ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയ കർത്തൃദാസിലൂടെ അടുത്ത മിനിറ്റുകളിൽ ഉടമ്പടി വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ദൈവത്താൽ നിങ്ങൾ യോജിക്കപ്പെടും. പക്ഷേ അവിടം കൊണ്ട് ദൈവത്തിൻ്റെ റോള് തീരുന്നില്ല. ഇനാഗുറേഷൻ കൊണ്ട് ഈ എഞ്ചിനീയറിൻ്റെ റോള് തീരും, പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ റോള് തീരുന്നില്ല. ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഒരാൾ മറ്റൊരാൾക്ക് ഗുഡ് ബൈ അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പറയുന്ന ആ ഒരു സമയം വരെയും ദൈവത്തിൻ്റെ കരം പിടിച്ചു മാത്രമേ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആ ദൈവത്തെ മാറ്റി നിർത്തിയുള്ള നിർമ്മാണങ്ങൾ, ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ജീവിതത്തിൻ്റെ ചര്യകളിൽ തകർത്തെറിയപ്പെട്ടവരുണ്ടെങ്കിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് ഉറപ്പ് തരാൻ കഴിയും, ഈ ബന്ധത്തിനകത്ത് നിങ്ങളെ ദൃഢമായി നിർത്തി കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരു വിവാഹം, സ്ട്രോങ് മാരേജ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സാങ്ക്ടിഫൈ ചെയ്യും. രണ്ടാമത്തെ കാര്യം, എ സ്ട്രോങ് മാരേജ് ഗ്ലോറിഫൈസ് ദ സേവ്യർ. വീണ്ടെടുപ്പുകാരനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഓരോ ജീവിതങ്ങളും. ഞാൻ ഒരു ഭാഗം നിങ്ങളോട് പറയാം. ഈ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പം കുടുംബത്തിൻ്റെ നിർദ്ദേശം കൊടുക്കുമ്പോഴൊക്കെ പറഞ്ഞ ഒരു പേരുണ്ട്. എന്താണെന്നറിയുമോ? 21-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. 22-ാമത്തെ വാക്യം ഭാര്യയോട് നിർദ്ദേശം പറയുമ്പോൾ പറയുന്നു, കർത്താവിന് എന്ന പോലെ. 25-ാമത്തെ വാക്യത്തിൽ ഭർത്താവിനോട് പറയുമ്പോൾ പറയുന്നു, ക്രിസ്തുവും സഭയെ. അപ്പം ആദ്യത്തേത് പറയുന്നു ക്രിസ്തുവിൻ്റെ ഭയത്തിൽ, രണ്ടാമത് കർത്താവിനെന്ന പോലെ, മൂന്നാമത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അടുത്തത് 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവും സഭയെ പോറ്റി പുലർത്തിയതുപോലെ. ഈ 4 പദവും ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴും ഭർത്താവിന് നിർദ്ദേശം കൊടുക്കുമ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കൊടുക്കുമ്പോഴും ഒറ്റപ്പദമാണ് പൗലോസ് പറഞ്ഞത്, അത് ക്രിസ്തുവിനെന്ന പോലെ. അപ്പം ആർക്കും മഹത്വം കൊടുക്കേണ്ടതാണ് കുടുംബങ്ങൾ, ക്രിസ്തുവിന് മഹത്വം കൊടുക്കേണ്ടതാണ് കുടുംബങ്ങൾ. ഭാര്യയും ഭർത്താവും അവർ ഒരുപോലെ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നവരായി തീരുക. അപ്പം തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങൾ ബൈബിളികമായിട്ട് നിങ്ങൾ നിവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി മാറും. അപ്പം നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി മാറുക. അടുത്തത് 3-ാമത്തെ കാര്യം, എ സ്ട്രോങ് മാരേജ് വിറ്റ്നസ് ടു ദ ലോസ്റ്റ്. ഒരു ശക്തമായ കുടുംബം അതൊരു ടെസ്റ്റിമണിയാവും, അതൊരു വിറ്റ്നസ് ആവും, ഒരു സാക്ഷ്യമാവും, സാക്ഷികളാകും. നിങ്ങൾ സമൂഹത്തിന് ഒരു സാക്ഷികളായി മാറും. നിങ്ങൾ അനുഭവിച്ച സ്നേഹം, നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ അനുഭവിക്കപ്പെട്ട ദൈവിക വിശ്വസ്തത, നിങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ പരിഭാവനത, അത് ഈ സമൂഹത്തിനകത്ത് ഒരു സാക്ഷ്യമായി മാറും, ഈ സമൂഹത്തിനകത്തൊരു അടയാളപ്പെടുത്തലായി മാറും. 4-ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, എ സ്ട്രോങ് മാരേജ് ഇൻസ്ട്രക്ട്സ് ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറകളെ അടയാളപ്പെടുത്തുന്നതും ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതും ശക്തമായ കുടുംബങ്ങളാണ്. ഇന്നിൻ്റെ പ്രതിസന്ധി അടുത്ത തലമുറയ്ക്ക് മാതൃക കണ്ടെത്തേണ്ടുന്ന കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് നെറിവുകൾ ലഭിക്കാതിരിക്കുന്നു. അവർ തകർത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബൈബിൾ അനുശാസിക്കുന്ന നിയമത്തിലൂടെ നടക്കുന്ന ഒരു കുടുംബത്തിന് ഈ സമൂഹത്തിനൊരു മെസ്സേജ് കൈമാറുവാനുണ്ട്. ഇവിടുത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഭാഗമുണ്ട്, ഈ ശാസ്ത്രം പറയുന്ന പലതും തിരുത്തപ്പെടും. ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല. കോവിഡ് കാലത്തൊക്കെ നമ്മൾ വാക്സിന് വേണ്ടി ഓടിയൊരു ഓട്ടമുണ്ട്. എന്തൊരോട്ടമായിരുന്നു അത്! ഇവിടെ ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് 5 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, 10 കിലോമീറ്റർ അപ്പുറത്ത് സ്ലോട്ട് കിട്ടുന്നുണ്ട്, ഓട്ടോ വിളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിയൊരു സമയമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഓക്സ്ഫോർഡ് വാക്സിൻ്റെ അതിൻ്റെ ഉൽപ്പാദന ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നല്ല രീതിയിൽ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വണ്ടി വിളിച്ച് പോയി നമ്മൾ സ്വീകരിച്ചതെന്താ, അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ട്. അടുത്തൊരു തരംഗം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇത് ഔട്ട്ഡേറ്റഡ് ആണ്, ഇതിനെ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അതിനെ ചണ്ടിക്കൂമ്പാരത്തിനകത്ത് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നലെ സത്യമെന്ന് പറഞ്ഞതും പഠിപ്പിച്ചതും പലതും ശാസ്ത്രത്തോട് പലപ്പോഴും ദൈവാസ്തിക്യത്തിന് നേരെ ചോദ്യം ചെയ്യുന്ന സമൂഹങ്ങൾ പറയുന്നത് ശാസ്ത്രം അപ്ഡേറ്റഡ് ആണ്, ബൈബിൾ അപ്ഡേറ്റഡ് അല്ലെന്ന് അവർ പറയുന്നേ. പക്ഷേ ഈ അപ്ഡേറ്റഡ് ആയ ശാസ്ത്രം ഇന്ന് പറഞ്ഞതല്ല നാളെ പലതും പറയുന്നേ. പരന്നതെന്ന് പറഞ്ഞവർ പിന്നെ ഉരുണ്ടതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് പലതും ഇന്നലെ
ശരിയായതും ഉപയോഗിച്ചത് പിന്നെ അവർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ബൈബിളിൻ്റെ ചരിത്രം തുടങ്ങിയ അന്ന് തൊട്ട് എന്താണോ ദൈവത്തെപ്പറ്റി പറയുന്നത്, എന്താണ് ബൈബിളിനെ പറ്റി പറയുന്നത്, എന്താണ് കുടുംബത്തെപ്പറ്റി പറയുന്നത്, ശാസ്ത്രം പുരോഗമിച്ചാലും ലോകം പുരോഗമിച്ചാലും അതിനകത്തൊരു മാറ്റവുമില്ല. അത് ഇന്നും ശക്തമായി തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ സന്ദേശം ഈ ദിവസം ഇവരോട് ഇത്ര ഗൗരവമായിട്ട് വിളിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്നവർക്ക് പലർക്കും ഇത്രയും സമയം അതിന് പറയണോ? ഇതല്ലാതെ വേറെ ഏതാണ് പറയാൻ പറ്റുന്നത്? കാരണം ഇവിടെ ശാസ്ത്രീയമായ 4 നാമങ്ങൾ പറഞ്ഞാൽ കുടുംബബന്ധം കരുപിടിക്കത്തില്ല. പക്ഷെ വചനത്തിൽ അടിസ്ഥിതമായ ഒരു കുടുംബമാണ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവർ ധൈര്യത്തോടെ നിൽക്കും. C.S. ലൂയിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. C.S. ലൂയിസ് അദ്ദേഹം ഒരു കരുത്തനായ ദൈവശാസ്ത്രജ്ഞനായിരുന്നു. തൻ്റെ ഭാര്യയുടെ പേര് ജോയ് ഡേവിഡ്സൺ എന്നാണ്. ജോയ് ഡേവിഡ്സൺ, സന്തോഷം എന്നാണ് അവരുടെ പേര് തന്നെ. എന്നാൽ ഇവർക്ക് ബോണിൽ ബാധിക്കുന്ന കാർസിനോമ, ക്യാൻസർ ബാധിച്ചു. ബോൺ ക്യാൻസർ ബാധിച്ച് അവസാനത്തെ കുറേ മാസങ്ങൾ ഇവർ വല്ലാത്ത വേദനയിൽ കിടക്കുകയായിരുന്നു. ഈ C.S. ലൂയിസ് വളരെ ആർദ്രതയോടെ സ്നേഹത്തോടെ ഇവരെ ഒത്തിരി സ്നേഹിച്ചു, സൽക്കരിച്ചു, വേണ്ടുന്നത് മുഴുവൻ ചെയ്തു. ഏറ്റവും അവസാനം മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇവർ പുഞ്ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് നേരെ ഒന്ന് കൈകൂപ്പി. ഈ മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അവൾ കൈകൂപ്പിയത് ചിലപ്പോൾ എന്നോട് പറഞ്ഞ നന്ദിയാണ്, പക്ഷെ ഞാൻ അവളെ ശുശ്രൂഷിച്ചത് അവളുള്ള സ്നേഹത്തോടൊപ്പം തന്നെ ഐ എം പീസ് വിത്ത് ഗോഡ്. ഞാൻ ദൈവവുമായി സമാധാനത്തിലാണ്, ഞാൻ അവളുമായും സമാധാനത്തിലാണ്. അതുകൊണ്ട് അവളുടെ മുഖസൗന്ദര്യം പോയാലും, അവളുടെ ആരോഗ്യം പോയാലും, അവൾക്ക് എന്തൊക്കെ തകർന്നാലും ആ വ്യക്തിയുമായും ദൈവവുമായും, ദൈവമാണ് ഞങ്ങളുടെ ഉടമ്പടിക്ക് സാക്ഷി നിന്നതെങ്കിൽ മരണത്താലല്ലാതെ മറ്റൊന്നിനും അതിനെ മാറ്റുവാൻ കഴിയത്തില്ല. ഏറ്റവും അവസാനം പുഞ്ചിരിച്ചു കൊണ്ടുപോയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൾ പുഞ്ചിരിച്ചത് അവൾ സ്വർഗത്തെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞൊരു ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ നാളെ മുമ്പിൽ വരുമ്പോഴും ഇങ്ങനത്തെ ഒരു കുടുംബജീവിതമാണെങ്കിൽ നെവർ എവർ ലോകത്തിനോ ഒരു ശക്തികൾക്കും നിങ്ങളെ അതിനകത്തൊന്ന് പിന്തിരിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ജയാലകത്തിലും. ഞാനൊരു 4 കീയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1, ഇതൊരു പെർമനൻറ്റ് റിലേഷൻഷിപ്പാണ്. 2, ഇതൊരു ഫെയ്ത്ത്ഫുൾ റിലേഷൻഷിപ്പാണ്. 3, ഇതൊരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പാണ്. 4, ഇതൊരു ക്രൈസ്റ്റ് സെൻറ്റേർഡ് റിലേഷൻഷിപ്പാണ്. ഈ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെയ്യേണ്ട ഇതെല്ലാം വിവരിക്കുന്നില്ല, ഒറ്റ വാക്യം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ തമ്മിൽ ടോക്ക് ഈച്ച് അതർ, ടച്ച് ഈച്ച് അതർ, ടോളറേറ്റ് ഈച്ച് അതർ, ട്രസ്റ്റ് ഈച്ച് അതർ, teach each other, treat each other, treasure each other. തമ്മിൽ മ്യൂച്വലായിട്ടുള്ള നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഗൗരവത മനസ്സിലായാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. എന്നാൽ ഗൗരവമായ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മൾ വായിച്ച ഭാഗം ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഭർത്താവും ഭാര്യയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമെങ്കിൽ 3 പ്രാവശ്യം ആ പാസേജിൽ പറയുന്നുണ്ട്, കീഴ്പ്പെട്ടിരിക്കുക. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ സ്വയം ശ്രമിച്ചാൽ കീഴ്പ്പെട്ടിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ കീഴ്പ്പെട്ടതും ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുകയും ചെയ്താൽ തനിയെ കീഴ്പ്പെടാൻ കഴിയും. സ്നേഹിക്കുക, അല്ലെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. നമ്മുടെ സ്വാർത്ഥതയുള്ള ഈ ലോകത്തെ നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വാർത്ഥതയിൽ നമുക്ക് കഴിയത്തില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരുന്ന ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി മാറുന്നത്. ഇനി ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണം വെളിപ്പെട്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് എന്നെപ്പോലുള്ള സുവിശേഷകന്മാരും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിനും ധൈര്യത്തോടെ പറയാൻ പറ്റുന്നിടം സ്നേഹമെന്തെന്ന് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ കാണിച്ച യേശുവിൻ്റെ കാൽവറിയിലാണ് ആ സ്നേഹത്തിൻ്റെ ധാരാളിത്തം നാം അനുഭവിച്ചത്. അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി ആ സ്നേഹത്തെ പങ്കുവെക്കാൻ ദൈവം വിഭാവനം ചെയ്ത ഈ വിശിഷ്ടമായ അവസരങ്ങളിൽ അത് പങ്കുവെക്കുവാൻ സ്വർഗം നമുക്ക് കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി മാറട്ടെ. ഗൗരവമായ ഒരു സുവിശേഷ ഭാവികാല സന്ദേശത്തിലേക്കൂടെ ഞാൻ വരുന്നു. ഇത് ഒരു നിഴലാണ്, ഇത് കേവലം ഒരു നിഴലാണ്.
ഈ പ്രിയ ഷിൻഡോ ആത്മമണവാളനായ നമ്മുടെ അരുമനാഥന് നിഴലായി നിൽക്കുമ്പോൾ സഭയാകുന്ന മണവാട്ടിയുടെ നിഴലായി പ്രിയ മീര നിൽക്കുന്നു. എന്നാൽ നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ആത്മമണവാളൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യാഗമിക്കുന്ന ആ തേജസ്സിൻ്റെ ദിനത്തിൽ ദ്രവത്വത്തിൻ്റെ ശരീരങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ തേജസ്സിൻ്റെ ദിവസത്തിൽ അന്ന് ഒരുമിച്ച് പ്രാണപ്രിയനോട് ഒരുമയുള്ള നിത്യകൂട്ടായ്മയും അതിനനന്തരമായിട്ടുള്ള ആ സ്വർഗീയ വിവാഹത്തിലും പങ്കുകാരാകാതെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അവസരത്തിൻ്റെ വാതയാനങ്ങൾ ഞങ്ങൾ തുറന്നിരുന്നു. ഏതൊരു യോഗത്തിലും ഞങ്ങൾക്ക് പറയുവാൻ ഒറ്റക്കാര്യമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഏതൊരവസ്ഥക്കകത്തു നിന്നും അവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒറ്റ നാമമേ ഉള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമമായി ഇന്നെന്നെ കേൾക്കുന്നവർ ആരെങ്കിലും കുടുംബജീവിതത്തിനകത്ത് ഉലച്ചിൽ അനുഭവിക്കുന്നെങ്കിൽ, ജീവിതം തകരപ്പെടുന്നതെങ്കിൽ, ഞങ്ങൾ ഉയർത്തുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വ്യവസ്ഥിതിക്കകത്തേക്ക് നിങ്ങൾ വന്നാൽ ജീവിതത്തിൻ്റെ ഉലച്ചിലുകളെ മാറ്റി പുത്തനേടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ഒരു നിമിഷം ആ കരം ഉയർത്തി കർത്താവിന് നന്ദി പറയാൻ കഴിയുമോ? യേശുവിൻ്റെ കരത്തിന് നിങ്ങളെ സ്പർശിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ വിശുദ്ധമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ഷിൻഡോയ്ക്കും മീരയ്ക്കും ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളാകട്ടെ, പ്രകാശ ഗോപുരങ്ങളാകട്ടെ, സർവശക്തൻ്റെ കൃപകൾ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.